പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ അടുത്ത് നിന്ന് MK ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷുക്കൂർ, എന്താണ് അവിടെ നിന്നുള്ള വിശേഷം? നിഷാദ്, പാണക്കാട് ഹാളിൽ അല്പസമയത്തിനകം മുസ്ലിം ലീഗിന്റെ എല്ലാ മന്ത്രിമാരും എത്തിച്ചേരും. ഇതിനകം തന്നെ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുതിർന്ന നേതാവ് കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ, KPA മജീദ്, ഒപ്പം തന്നെ ഹാരിസ് പീരാൻ MP അടക്കമുള്ള നേതാക്കളെത്തി. അല്പസമയത്തിനകം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാം എത്തും. ഇവിടെ എത്തിയ ശേഷം ഒരു പ്രാർത്ഥന കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും അവർ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പുറപ്പെടുക. നമുക്കൊപ്പം ഏതാനും ചില നേതാക്കൾ ചേരുകയാണ്. ബഷീർ സാഹിബ്, എന്തായാലും UDFന്റെ വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള ടീം അധികാരമേൽക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ താങ്കളെ പോലുള്ള മുതിർന്ന നേതാക്കളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പുതുമുഖം, അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ നല്ലതാണ്. ഈ അധികാരം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ മറ്റേത് കാലഘട്ടത്തെക്കാളും സൂക്ഷിക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ആളുകൾ, പുതിയ തലമുറയ്ക്ക് എപ്പോഴും ഒരു ഗുണമുണ്ട്. പഴയ ജനറേഷൻ പുതിയവരായിട്ട് ഇവരെ കുറച്ച് കൂടി ആക്റ്റീവായിരിക്കും, വളരെ ഓടിപ്പാഞ്ഞ് നടക്കും, അതൊന്ന് ഷൈൻ ചെയ്യണമെന്ന താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യും. അതൊക്കെ ഈ കുട്ടിയൊക്കെ ഉണ്ടാവണം. അതൊക്കെ അനിവാര്യമായ, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സെലക്ഷനൊക്കെ വളരെ നന്നായി, വളരെ നല്ല വിജയകരമായൊരു പരിസമാപ്തി ഉണ്ടാവും. ഈ പുതിയ ആളുകൾക്ക് വലിയ ഭാരം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന പുതിയ കുട്ടികൾക്കെല്ലാം തന്നെ ഹൃദയംഗമായിട്ട് അഭിവാദനങ്ങൾ പറയുന്നു. സർവശക്തൻ അവർ ഏറ്റെടുത്ത ജോലി നല്ല നിലയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മാതിരി ആക്കി തീർക്കട്ടെ. മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പേര് കേൾപ്പിച്ച ഒരാളാണ്. ഉന്നത വിദ്യാഭ്യാസം ഇപ്പോൾ ഇത്തവണ ലീഗിനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി കണക്കാക്കി ഒഴിഞ്ഞു കൊടുത്താണോ?